മഴ മുന്നറിയിപ്പിലും ചൂടിലുരുകി കേരളം. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും പകൽ സമയത്ത് അതിശക്തമായ ചൂട് അനുഭവപ്പെടും. ഭൂമിയിലെ താപനില അസാധാരണമായി ഉയരുന്നതായും കാലാവസ്ഥാ റിപ്പോർട്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളില്ലാതെ വീണ്ടും ഒരു ദിവസം കൂടി വരുന്നു. ഇന്ന് ചില ജില്ലകളിൽ മാത്രം നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. വരുന്ന 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രവചിച്ചിട്ടില്ല. ശബരിമലയിലെ പമ്പ, നിലയ്ക്കൽ, സന്നിധാന മേഖലകളിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. അതേസമയം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പുകൾ വരുമ്പോഴും കേരളം വരണ്ട അവസ്ഥയാണ്. 2023 മുതലേ ഭൂമിയിലെ താപനില അസാധാരണമായി ഉയരുന്നതായി കാലാവസ്ഥാ റിപ്പോർട്ടുമുണ്ട്. ആഗോളതാപനം ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് സംഭവിക്കുന്നതെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. യൂറോപ്യൻ യൂണിയനിലെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ്, UK മെറ്റ് ഓഫീസ്, ബെർക്ക്ലി എർത്ത് എന്നിവ സംയുക്തമായി നടത്തിയ പഠനങ്ങളിൽ അത് കണ്ടെത്തിയിട്ടുമുണ്ട്. 3 സ്വതന്ത്ര ഏജൻസികൾ പുറത്തിറക്കിയ താപനില ഡാറ്റയുടെ വിശകലനം അനുസരിച്ച് 2025 ഏറ്റവും ചൂടേറിയ മൂന്നാമത്തെ വർഷമായിരുന്നു. 2024 ഒന്നാമതും 2023 രണ്ടാമതുമാണ് നിൽക്കുന്നത്. 2025 ഭൂമധ്യരേഖയോട് ചേർന്ന പസഫിക് സമുദ്രത്തിലുണ്ടായ കൂളിംഗ് ഇഫക്റ്റും ലാനിന പ്രതിഭാസവുമൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ താപനിലയിൽ നേരിയ കുറവ് വരുത്തിയതെന്നാണ് ഗവേഷകർ പറയുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഇത്തവണ സംസ്ഥാനത്ത് ഇതുവരെയും 10.3 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജനുവരിയിൽ ലഭിക്കേണ്ട ശരാശരി 7.4 മില്ലിമീറ്റർ മാത്രമാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടുതൽ മഴയും ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ, വയനാട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും കൂടുതൽ മഴ ലഭിച്ചു. കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ജനുവരിയിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇതുവരെ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് മലപ്പുറം, കൊല്ലം ജില്ലകളിലാണ്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും മഴ അലേർട്ടുകൾ ഉണ്ടെങ്കിലും പകൽ സമയത്ത് അതിശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ ആകാശം മേഘാവൃതമായതും കാണുന്നുണ്ട്. ചാറ്റൽ മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രി സമയങ്ങളിലും അതിരാവിലെയും നേരിയ തണുപ്പും അനുഭവപ്പെടുകയാണ്. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഇനിയും ഈ ചൂട് കൂടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.